ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? എൻ്റെ സന്തോഷമൊന്നും ഞാനിപ്പം നിങ്ങളോട് പറയുന്നില്ല. ഇപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പം നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പല വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കാർക്കും ചിലപ്പോൾ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല ആർക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത്. അത്രയെങ്കിലും ഒരു ഉപകാരം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നമുക്കങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ട് എന്ത് കാര്യം സാധിക്കാനായിട്ടാണ്? ഒന്നുമില്ല. മറ്റുള്ളവൻ്റെ വിഷമവും കണ്ണുനീരും ബുദ്ധിമുട്ടും കണ്ടിട്ട് ആനന്ദിക്കുന്നവരുണ്ടല്ലോ, ഒരിക്കലും ശരിയായ ഒരു വ്യക്തിയല്ല. നമ്മൾ മറ്റുള്ളവൻ്റെ വിഷമത്തിലും ബുദ്ധിമുട്ടിലും പങ്കുചേരുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ ദൈവത്തിനെ തേടി നടക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം എവിടെയായിരിക്കും? ദൈവം ഒരിടത്തും ഇരിപ്പില്ല. അവനവൻ്റെ പ്രവൃത്തിയിൽ, അവനവൻ്റെ നല്ല മനസ്സിൽ, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം കുടികൊള്ളുന്നത്. അല്ലാതെ വേറെ ഒരിടത്തും അമ്പലത്തിലോ പള്ളിയിലോ ഒരിടത്തും കുടികൊള്ളുന്നില്ല. അവനവൻ്റെ നല്ല പ്രവൃത്തിയിൽ അവനവൻ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ദൈവം കുടികൊള്ളുന്നത്. അപ്പം ഞാൻ പറയട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അത്യാവശ്യം കാണേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ഞാനീ പറയാൻ പോണത്. ഇന്നലെ എന്നെ ഒരു വ്യക്തി കാണാൻ വന്നിരുന്നു. ഞാൻ അവരുടെ പേരോ വീട്ടുപേരോ സ്ഥലപ്പേരോ പറയുന്നില്ല. എൻ്റെ ഈ രജനി വയലാറെന്നുള്ള ഒരു അഡ്രസ്സ് വെച്ച് തേടി പിടിച്ച് വന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ ചെന്ന് ഇങ്ങനെ രജനീനെ ഇങ്ങനെ തിരക്കി, അത് കഴിഞ്ഞ് മെമ്പറോടൊക്കെ തിരക്കിയതിന് ശേഷമാണ് ഈ വീട് കണ്ടുപിടിച്ച് ഇവിടെ വന്നു. ഞാനുമായിട്ടൊരു 1.5-2 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് പോലും അവർക്ക് കുടിക്കാൻ പോലും പറ്റത്തില്ലാത്ത അത്ര ടെൻഷനും പ്രയാസവുമായിട്ടിരിക്കുക. അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ടൊരു വിഷമമായിപ്പോയി. അവരെന്നെ വീഡിയോ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചത് കഴിഞ്ഞപ്പോൾ ശരിയാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ആകപ്പാടെ ഒരു 7 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ 7 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് അവരുടെ വീടിരിക്കുന്നത്. അവർ മേടിക്കുമ്പം ഉള്ളതാണ് ആ വീട്. പക്ഷേങ്കിൽ ഇവരുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു 1.25 ഏക്കറോളം സ്ഥലം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അന്ന് 1.25 ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ സ്ഥലം എന്തോരം ഉണ്ടാകുമെന്ന്. അപ്പം ഈ 1.25 ഏക്കർ സ്ഥലക്കാർ ഈ 7 സെൻറ്റും വീടും കൂടെ മേടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. കാരണം അവരുടെ വീടിനോടും അല്ല അവരുടെ സ്ഥലത്തിനോടും അതിനോടും ചേർന്ന് കിടക്കുന്ന ഒരു പോർഷനാണ് ഈ സ്ഥലവും വീടും. അപ്പം ഈ വീടും സ്ഥലവും അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ വണ്ടി, അതായത് കാർ, അവരുടെ ഈ 1.25 ഏക്കർ സ്ഥലത്തിലോട്ട് കയറാൻ പോകുന്ന ക്യാപ്പിൽ വണ്ടി പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതല്ലെങ്കിൽ അവർക്കിപ്പം നിലവിൽ ഈ 7 സെൻറ്റിൻ്റെ അതിരിൻ്റെ സൈഡിൽ കൂടെ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ, ഒരു ബൈക്ക് പോലും പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ഇവർ ഈ സ്ഥലത്തിന് ഉന്നം വെച്ച് കയറുന്നു. കാരണം ഈ വിറ്റ ഈ 7 സെൻറ്റുകാരും ഈ 1.25 ഏക്കർ സെൻറ്റുകാരും തമ്മിൽ പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവർ വേറെ ആളെയും പേരെയൊക്കെ വിട്ട് ചോദിച്ചിട്ടൊന്നും ഇവർ കൊടുത്തില്ല. ഇവർ മൂന്നാമതൊരാൾ അവർ പറഞ്ഞതിൽ, അതായത് 1.25 ഏക്കർ സ്ഥലക്കാർ പറഞ്ഞതിലും വില താത്തിയാണ് ഇപ്പം നിലവിൽ ഈ മേടിച്ചവർക്ക് ഇവർ കൊടുത്തത്. അവരാണ് എന്നെ കാണാനും വന്നത്. ഇവർക്കും ഈ സ്ഥലം കൊടുത്തു കഴിഞ്ഞോട്ടെ ഇവർക്കങ്ങ് വാശിയായി. ഇവരെന്ത് കാണിച്ചു, ഇവരുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഈ 1.25 ഏക്കറുകാർ കൊണ്ടുപോയി ഒരു ഇടത്തരം വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ 2 നില വീടോ 3 നിലയോ ഫ്ലാറ്റൊന്നും അല്ല പണിതത്. ജസ്റ്റ് ഒരു 2 മുറി അടുക്കളയും വീടുമായിട്ട് അവർക്ക് അവിടെ താമസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരുടെ മൂത്ത മകന് വേണ്ടിയിട്ട് മേടിച്ചിട്ട് ഒരു സ്ഥലമാണ്. അവർക്ക് ഈ വഴിയില്ലാത്തതുകൊണ്ട് അവർക്ക് പെര പണിയാൻ പാട്. അവർ ഈ പെര പണിത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പെരയുടെ അന്ന് വെച്ചാൽ ഈ മേടിച്ച സ്ഥലക്കാരുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമുണ്ടോ? ഈ പെരയുടെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഷെഡ് പണിതാലും എത്ര വലിയ പണിതാലും ഈ പെരയ്ക്ക് 4 മൂലയുണ്ടാകും. അതായത് നമ്മൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ സൈഡിലും ഓരോ കോർണർ വരുമല്ലോ. മൂല സൈഡ് എന്ന് വെച്ചാൽ 2 ഭിത്തി തമ്മിൽ കൂടുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. ആ ഓരോ ഭാഗങ്ങളെല്ലാം വീടിനും ഉണ്ട്, ഒരു ഷെഡിന് പോലും ഉണ്ട്. ഇവർ ആ കോർണർ നോക്കിയാണ്, ഈ വീടിൻ്റെ കോർണർ നോക്കിയാണ് അവർ കൊണ്ടുപോയി ആ വീട് വെച്ചത്. ഇവരവിടെ വീട് മേടിച്ച് താമസം തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ട് യാതൊരു വക കുഴപ്പവും അവർക്കില്ലായിരുന്നു. അമ്മയും മോളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചതാണ്. 2 മക്കൾ. ആ മോൻ ദൂരെ പഠിക്കാൻ പോയേക്കുന്നു, MBBS പഠിക്കാൻ പോയേക്കുന്നു. മോള് ജോലിയുണ്ട്, ഇൻഫോ പാർക്കിൽ ആ മോക്ക് ജോലി എന്ന് പറഞ്ഞു. പുള്ളിക്കാരി നേഴ്സാണ്, ഹസ്ബൻഡ് വിദേശത്താണ്. ഇതെല്ലാം സംഭവം ശരിയാണ്. പക്ഷേങ്കിൽ ഇവർ വന്ന് ഈ വീട് പണിത് താമസം തുടങ്ങി. അതുപോലെ തന്നെ ഈ കോർണറിൻ്റെ ഇപ്പുറത്തോട്ട് തന്നെ മാറ്റി. ഇപ്പുറത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കോർണറിനോട് ചേർന്നാണ് ഇവരുടെ വീട് പണിത്. ഇപ്പുറത്തെ കോർണറിനോട് ചേർന്ന് പട്ടിക്കൂടും പണിത് വെച്ചെന്ന് പറഞ്ഞു. ഇവർ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് ഇവരെവിടെയോ ചെന്ന് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കി ചോദിച്ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് പണിതിട്ടുണ്ടോ, നിങ്ങൾക്ക് ആ വീട് വന്നതിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സ്ഥാനക്കാർ വന്ന് നോക്കിയാലും നേരെ ഫ്രണ്ടിലോ ബാക്കിലോ ഈ 4 സൈഡിലും വീടുണ്ടെങ്കിൽ ആ വീടിന് ദോഷമില്ലാത്ത രീതിയിലാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് പോർഷൻ ഇട്ടിട്ടാണ് സാധാരണ കുറ്റിയടിച്ച് സ്ഥാനം കണ്ട് വീട് പണിയുന്നതെന്ന് പറഞ്ഞു.
പക്ഷേ ഇതങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിച്ചിട്ട് അവർക്കൊരു വിശ്വാസമില്ലാണ്ട് ആളെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് പറഞ്ഞു. ആളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അവരും ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. ആ സ്ഥാനക്കാരനും ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ 3-4 പേരെ കണ്ടു. അപ്പോൾ എന്നെ കാണാമെന്ന് എന്തിനായിരിക്കും നിങ്ങൾ ഓർക്കും. എന്നോട് എന്തെങ്കിലും, അതായത് ഇനി അവരുടെ കയ്യിലൊന്നും മുടക്കാനായിട്ടില്ല. കാരണം ആ MBBS പഠിക്കാൻ പോയ കൊച്ചൊരു ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞെന്ന് പറഞ്ഞു. കാല് 3-4 ഒടിഞ്ഞ് പഞ്ചറായിട്ട് കമ്പിയിട്ടേക്കുമെന്ന് പറഞ്ഞു. മറ്റേ പെൺകൊച്ചി ഇൻഫോ പാർക്കിൽ ജോലിക്ക് പോയതാണ്. ഇപ്പോഴാണ്ട് വെച്ചാൽ ജോലിക്ക് ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ കൊച്ചാരോടും മിണ്ടുന്നില്ല, എടുക്കുന്നില്ല, ഒരു മൂക അവസ്ഥയിൽ ആയിപ്പോയെന്ന് പറഞ്ഞു. കെട്ടിയോൻ പുറത്തെ ജോലിയും കളഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. ആൾക്കാർ ചോദിക്കും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ സമയദോഷമാകാം, അല്ലെങ്കിൽ അവരാ വീട് പണിതതിൻ്റെ ദോഷം. എന്തിനും ഒരു മറുവശം ഉണ്ടാകുമല്ലോ. നമ്മളെപ്പോഴും പറയല്ലോ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആവാം ഈ ഒരു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ കരഞ്ഞോട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ചേച്ചി, എൻ്റെ ഈ കഴുത്തേ കിടക്കുന്നത് വരെ റോൾഡ് ഗോൾഡാണ്, ഒന്നും മുടക്കാനില്ല. കരഞ്ഞു പോയി. മകനെ ഇട്ടിട്ടും ഹസ്ബൻഡിനെ ഇട്ടിട്ടും എങ്ങും പോകാൻ പറ്റാതെ. ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ജോലിക്ക് വന്ന് തിരിച്ചു വന്നത് മറ്റൊന്നുമല്ല, പുള്ളിക്ക് ഷുഗർ കൂടിയിട്ട് ചെറിയൊരു അറ്റാക്കിൻ്റെ പ്രോബ്ലമായിട്ട് പുള്ളി തിരിച്ചു പോകുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ തിരിച്ചു പോകണം എന്നൊരവസ്ഥയിലായിരിക്കുന്നത്. പക്ഷേ ഈ അറ്റാക്കിൻ്റെ പ്രോബ്ലം വന്നതുകൊണ്ട് വിദേശത്ത് ആ കമ്പനിയിൽ ഇനി എടുക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നതെന്നും പറഞ്ഞു. എന്താ ചേച്ചി ചെയ്യുന്നത്? ഞാനും ഇപ്പം ജോലിക്ക് പോയിട്ട് ലീവ് എടുത്ത് നിൽക്കുകയായി, ഒന്നും പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കാം, ഞാനിതൊന്നും നോക്കുന്നില്ല പറഞ്ഞു. അപ്പം പുള്ളിക്കാരി സമ്മതിക്കത്തില്ല, എന്തെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഒരു ദിവസം കിടക്കാൻ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ചേട്ടായി, സുഖമില്ലാതിരിക്കുക, ഞാൻ വിളിച്ചിട്ടുമില്ല ചോദിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയതായ ഒരു കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് സത്യമായ കാര്യമാണ് കേട്ടോ, ഞാനത് പറഞ്ഞു കൊടുത്തത്. ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ വരുവായതുകൊണ്ട് മാത്രമാണ്. ഇതുപോലൊരു അത്യാവശ്യം നിങ്ങൾ ഓർക്കണം. പുള്ളിക്കാരി എന്നെ എത്രയോ ജില്ല താണ്ടി എന്നെ ഇവിടെ കാണാൻ വന്നതെന്നറിയാമോ? ട്രെയിൻ വരെ കയറിയാണ് ഇവിടെ എന്നെ കാണാൻ വന്നത്. എനിക്ക് അത്രയ്ക്ക് വിഷമമായിപ്പോയി. പോകാൻ നേരത്തെ ഇപ്പോൾ കൊടുത്തിട്ട് പറയുമല്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ പോലും ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ കാര്യം പറയില്ല, അമ്മച്ചി ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ച് കൊടുക്കുക. ഭക്ഷണം വന്നു കഴിഞ്ഞപ്പം 2 കിറ്റ് നിറയെ എനിക്ക് ഫ്രൂട്ട്സ് എൻ്റെ അമ്മച്ചിക്കൊക്കെ മേടിച്ചോണ്ടാണ് വന്നത്. അത് ഞാൻ വലിയ എന്ന് വെച്ചാൽ കൊണ്ടുവന്നത് ഒരുപാട് സന്തോഷം. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വേദനയും കൂടെ തോന്നി. ആ ഇല്ലായ്മയിൽ എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന ആ ഒരു സ്നേഹം എന്നോടും എൻ്റെ അമ്മച്ചിയോടും എൻ്റെ ഫാമിലിയോടും ഉള്ളൊരു സ്നേഹം. അവർ പോയി കഴിഞ്ഞപ്പോഴും അവരറിയാതെ എൻ്റെ കയ്യിലുള്ളൊരു ചെറിയൊരു സംഖ്യ അവരുടെ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അവരെപ്പോഴും അവിടെ ചെല്ലുമ്പം തുറന്ന് നോക്കിക്കോട്ടെ എന്ന്. പക്ഷേ അവർ ഈ സമയം വരെ ഞാൻ ആ വെച്ചത് കണ്ടിട്ടില്ല, തുറന്നിട്ടുമില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുന്നതും ചിലപ്പം നോക്കുന്നതും. അങ്ങനെ അറിഞ്ഞാൽ മതിയെന്നേ നമ്മൾ പറയുമല്ലേ, വലത് കൈ കൊടുക്കുന്നത് നമ്മുടെ ഇടത് കൈ അറിയണ്ടാന്ന്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കൊടുത്താൽ മേടിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്ത്. സോറി, ക്ഷമിച്ചേക്കണം. അപ്പം ഞാൻ അവർക്കൊരു ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എത്ര ദിവസം കഴിഞ്ഞാലും ഈ കമൻറ്റ് ബോക്സിൽ തന്നെ പുള്ളിക്കാരി കമൻറ്റ് ഇടുമെന്നും എനിക്കറിയാം. കുടുംബനാഥൻ്റെ നാളെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പുണർതം നാളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പുള്ളിക്കാരിയോട് പറഞ്ഞു പുണർതം നാൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പുണർതം നാളിൻ്റെ വൃക്ഷം ബാമ്പു, അതായത് മുള. ബാമ്പു എന്ന് നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം, മുള. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതെങ്കിലും നഴ്സറിയിൽ പോയിട്ട് നിങ്ങൾ ഈ മുള 2-3 തൈ മേടിച്ചോളുക. കുഴപ്പമൊന്നുമില്ല 3 ഉണ്ടെങ്കിലും. അപ്പം നിങ്ങൾ ഈ മുള മേടിക്കുമ്പോൾ എണ്ണി എടുക്കണം, ചുവട് എണ്ണി എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുവടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചുവട് നമ്മൾ മേടിക്കുമ്പോൾ അതിന് ചിലപ്പോൾ 3, 4, 5 മുളയുണ്ടാകും. അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റ സംഖ്യയുള്ള മുള മേടിക്കുക. ഇപ്പോൾ ഒരു ചുവട് മേടിക്കുമ്പോൾ 3 മുള, അതായത് ചിലപ്പം പൊട്ടി മുളച്ചിട്ടുണ്ടാകും, അങ്ങനെ എടുക്കുക. അല്ലെ ചിലപ്പോൾ നമ്മൾ ഒരു ചുവടെ തന്നെ 5 ഉണ്ടാകും, അങ്ങനെ എടുക്കുക. അല്ലാതെ 4 മുള ഒന്നിച്ച് വരുന്നത് എടുക്കരുത്, 6 മുള വരുന്നത് 2 മുളയുള്ളത് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ ഒരു തണ്ടുള്ളതും എടുത്താൽ നല്ലതാണ്. കാരണം ഈ ഒറ്റ തണ്ടുള്ളത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചുവട്ട് ഇങ്ങനെ ബലത്തിൽ നിൽക്കുന്നുണ്ട്, പറിച്ചാൽ പോരില്ല. അപ്പം നമ്മൾ 2 അല്ലെങ്കിൽ 2 ഉള്ളത് എടുക്കരുത്, 3 മുളയുള്ളതോ അല്ലെ 5 മുളയുള്ളതോ അങ്ങനെ എടുക്കുക. അങ്ങനെ ഒരു 3 ചുവട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ 3 ചുവട് വയ്ക്കേണ്ട 7 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളുക, 4 മൂലയ്ക്കിൽ, അതായത് വീടിൻ്റെ മൂലയല്ല എന്ന് വെച്ചാൽ നമ്മുടെ വസ്തുവിൻ്റെ 4 മൂലയ്ക്കും വെക്കുന്നതാണ്. ഇപ്പം അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തോളുക, ഈ പട്ടിക്കൂട് അവർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ആ കോർണറിൻ്റെ സൈഡിന് ഒരു മുളച്ചോട് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ പകുത്ത്, ഇപ്പം 5 ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പകുത്ത് വയ്ക്കാൻ നിൽക്കണ്ട, ആ ഒരു ചോടോടെ തന്നെ വയ്ക്കണം.
പട്ടിക്കൂറിൻ്റെ സൈഡിന് ആ കോർണറിന് ഒരെണ്ണം വരിക്കുക, ഇപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ അവരുടെ വീടിൻ്റെ കൂടെ കോർണറിന് വരുന്ന നമ്മുടെ മൂലയ്ക്ക് ഒരെണ്ണം വെച്ചോളുക. അല്ലാതെ വേറൊന്നും വെക്കരുത്. അവനവൻ്റെ നാളനുസരിച്ച് ആ നാളിന് ഏത് വൃക്ഷമാണോ വരുന്നത് അങ്ങനെ മാത്രം വയ്ക്കുക. ഇങ്ങനെ വീടിന് പ്രശ്നം ഉള്ളവരും കഷ്ടകാലം വരുന്നവരും ദുരിതം വരുന്നവരും മറ്റൊരു വീട് പണിതതിൻ്റെ കഷ്ടകാലമാണെങ്കിൽ ഇങ്ങനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അഥവാ ഇത് വെച്ചിട്ട് ഉണങ്ങിപ്പോയാൽ നിങ്ങൾക്ക് വളരെയധികം കഷ്ടകാല സമയമെന്ന് ഓടണം. വീണ്ടും നമ്മൾ മറ്റൊരെണ്ണം ഈ ഉണങ്ങിപ്പോയി നമ്മൾ ദൂരക്കളയത് വെട്ടി ഓടിച്ച് ഞുറുക്കി കത്തിച്ച് കളഞ്ഞിട്ട് നമ്മൾ വേറൊരെണ്ണം അവിടെ മേടിച്ച് വെച്ചോളുക കേട്ടോ. അപ്പം ആ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും. എന്നും എല്ലാവർക്കും ഒരു വിഷമവും സങ്കടത്തിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടുകളിന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാളനുസരിച്ച് നോക്കി വൃക്ഷം മേടിച്ച് വെച്ചോളുക കേട്ടോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കെ.